നാരായണ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ, ശ്രീകൃഷ്ണ ലീലാമൃതം, രാസക്രീഡാവർണ്ണനം, എല്ലാവർക്കും അതിലേക്ക് സുസ്വാഗതം. നാരായണ നാരായണ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 29-ാം അധ്യായം. നമുക്ക് 28-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 28-ാം ശ്ലോകം മുതൽക്ക് ഭഗവാന്റെ ഗോപികമാരോടുള്ള പ്രതികൂലമായ മറുപടി അല്ലെങ്കിൽ ഉപദേശം, ധർമ്മോപദേശം. അത് കഴിഞ്ഞ് ഗോപികമാർ എങ്ങനെയാണ് അതിന് മറുപടി കൊടുത്തത്, ഭഗവാന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉചിതമായ രീതിയിൽ ഗോപികമാർ മറുപടി കൊടുക്കുന്നു. ആ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പം നമ്മളിപ്പോൾ വായിക്കുന്നതും. 28-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 39-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി വിപ്രിയമാകന്യ ഗോപ്യോ ഗോവിന്ദഭാഷിതം വിഷണ്ണാ ഭഗ്നസങ്കൽപ്പാഃ ചിന്താമാപുർദുരത്യയാം. കൃത്വാ മുഖാന്യവ ശുചശ്വസനേന ശുഷ്യദ്ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യഃ. അശ്രൈരുപാത്തമശിഭിഃ കുചകുങ്കുമാനി തസ്തുർമൃജന്ത്യ ഉരുദുഃഖപരാസ്മതുഷ്ണീം. പ്രേഷ്ഠം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥ വിനിവർത്തിത സർവകാമാഃ. നേത്രേ വിമൃജ്യ രുദിതോപഹതേ സ്മ കിഞ്ചിത് സംരംഭ ഗദ്ഗദഗിരോബ്രുവത് അബ്രുവദാനുരക്താഃ. ഗോപ്യൗജുഃ മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ധ്യജ്യ സർവവിഷയാൻ തവ പാദമൂലം. ഭക്താ ഭജസ്വ ദുരവഗ്രഹ മാ ത്യജാസ്മാൻ ദേവോ യദാദിപുരുഷോ ഭജതേ മുമുക്ഷൂൻ. യൽപത്യപത്യ സുഹൃതാം അനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദാ ത്വയോക്തം. അസ്ത്വേവമേതദുപദേശപദേ ത്വയീശേ പ്രേഷ്ഠോ ഭവാൻ തനുമൃതാം കില ബന്ധുരാത്മാ. കുർവന്തി ഹി ത്വൈരതിം കുശലാസ്വ ആത്മൻ നിത്യപ്രിയേ പതിസുതാദിഭിരാർത്തിദൈകിം. തന്നഃ പ്രസീദ പരമേശ്വരമാസ്മചിന്ധ്യാഃ. ആശാമൃതാം ത്വയി ചിരാദരവിന്ദനേത്ര. ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു യന്നിർവിശത്യുത കരാവപി ഗൃഹ്യകൃത്യേ. പാദൗ പദം ന ചലതസ്തവ പാദമൂലാത് യാമ കദം വ്രജമധോ കരവാമ കിം വാ.
സിഞ്ചാങ്കണസ്ത്വദധരാമൃതപൂരകേണ ഹാസാവലോകകളഗീതജഹൃച്ഛയാഗ്നിം നോ ചേദ്വയം വിരഹജാഗ്നുപയുക്തദേഹാഃ ധ്യാനേന യാമപദയോഃ പദവീം സഗേതേ യർഹ്യംബുജാക്ഷ തവ പാദതലം രമായാഃ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മാതൽപ്രഭൃതി നാന്യസമക്ഷമംഗ സ്ഥാതും ത്വയാഭിരമിതാപദ പാരയാമഃ ശ്രീര്യത്പദാംബുജരജശ്ചകമേ തുളസ്യാ ലബ്ധ്വാ വിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാസ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ തദ്വദ്വയം ച തവ പാദരജഃ പ്രപന്നാഃ തന്നഃ പ്രസീദ വൃജിനാർദ്ദന തേऽംഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതീസ്ത്വതുപാസനാശാഃ ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹിദാസ്യം വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടലശ്രീകണ്ഠസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദസ്യഃ കാസ്ത്ര്യംഗത്തെ കളപദായതമൂർച്ഛിതേന സമ്മോഹിതാര്യചരിതാം ന ചലേ ത്രിലോക്യാം ത്രൈലോക്യസൗഭഗമിദം ച നിരീക്ഷ്യ രൂപം യദ്ഗോദ്വിജദ്രുമമൃഗാഃ പുളകാന്യബിഭ്രൻ വ്യക്തം ഭവാൻ വ്രജഭയാർത്തിഹരോ വിജാതോ ദേവോ യദാദിപുരുഷഃ സുരലോകഗോപ്ത തന്നോ നിദേഹി കരപങ്കജമാർത്തബന്ധോ തപ്തസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം. ശ്രീശുക ഉവാച ഇതി വിക്ലപിതം താസാം ശ്രുത്വാ യോഗേശ്വരേശ്വരഃ പ്രഹസ്യ സദയം ഗോപീഃ ആത്മാരാമോऽപ്യരീരമത് താഭിഃ സമേതാഭിരുദാരചേഷ്ടിതഃ പ്രിയേക്ഷണോദ്ഭുല്ലമുഖീഭിരച്യുതഃ ഉദാരഹാസദ്വിജകുന്ദദീദിദിഃ വ്യരോചതൈളാംഗൈവോടുഭിർവൃതഃ ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂതവഃ മാലാം ബിഭ്രദ്വൈജയന്തീം വ്യചരൻ മണ്ഡയൻ വനം നദ്യാഃ പുളിനമാവിശ്യ ഗോപീഭിർഹിമബാലുകം രേമേ തത്തരളാനന്ദകുമുദാമോദവായുനാ ബാഹുപ്രസാരപരിരംഭകരാളഗോരുനീവീസ്തനാലപന നർമ്മനകാഗ്രപാദൈഃ ക്ഷ്വേല്യാവലോകഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമയാഞ്ചകാര. ഏവം ഭഗവതഃ കൃഷ്ണാത് ലബ്ധമാനാ മഹാത്മനഃ ആത്മാനം നേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി താസാം തത്സൗഭഗമദം വീക്ഷ്യമാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഭഗവതോ രാസക്രീഡാവർണ്ണനം നാമ ഏകോനത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. നാരായണ.
ഭഗവാന്റെ വിപ്രിയമായ ഭാഷിതം കേട്ട് വിഷണ്ണരായ ആ ഗോപികമാർ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിൽ അണ്ടവരായി തലതാഴ്ത്തി നിന്നുകൊണ്ട് അവരുടെ ഉഷ്ണത്തോടു കൂടിയ ശ്വാസവായു കൊണ്ട് അവരുടെ ബിംബാധരങ്ങളെ ശോഷിപ്പിച്ചുകൊണ്ടും അവരുടെ കൺമഷി കലർന്നതായിട്ടുള്ള കണ്ണുനീര് കൊണ്ട് കുചകുങ്കുമങ്ങളെ കഴുകിക്കൊണ്ടും വളരെ ദുഃഖഭാരത്തോടുകൂടി ഭൂമിയിൽ കാൽവിരലുകൾ കൊണ്ട് ലേഖനം ചെയ്തുകൊണ്ടും മിണ്ടാതെ നിന്നു കുറച്ചു നേരം. പിന്നീട് എങ്ങനെയൊക്കെയോ അവർ ധൈര്യം അവലംബിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടം ആണ് അല്ലേ, ഡു ഓർ ഡൈ. വേറൊന്നുമില്ല അവർക്ക് ചെയ്യാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. വന്നത് ഭഗവാനെ പ്രാപിക്കാനാണ്, അതെങ്ങനെയെങ്കിലും സാധിച്ചേ ഇരിക്കൂ എന്നുള്ള മട്ടിൽ തീരുമാനമെടുത്തുകൊണ്ട് കണ്ണുകളൊക്കെ തുടച്ച് അവർ അല്പ പരിഭവത്തോടെ കോപത്തോടെ ഗദ്ഗത കണ്ഠരായി അവരുടെ ആ ഉള്ളിലുള്ള സങ്കടത്തെ അവരുടെ ഗദ്ഗത ഭാവത്തിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് അനുരാഗത്തോടുകൂടി ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപികമാർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 35 ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. ഓരോ ശ്ലോകങ്ങളും ഭഗവാനോടുള്ള ഗംഭീരങ്ങളായ അപേക്ഷകൾ, പ്രാർത്ഥനകൾ, ഭഗവാൻ പറഞ്ഞ ന്യായങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണത്. അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ സ്വീകരിക്കണം എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ 3 ശ്ലോകേ കണ്ടുള്ളൂ അല്ലേ. കുശലന്മാരായിട്ടുള്ളവർ, ബുദ്ധിമാന്മാർ, ധീരന്മാരായിട്ടുള്ളവർ ആത്മസ്വരൂപനായ അങ്ങയിൽ അല്ലേ സ്വ ആത്മനി ത്വയീരഥിം കുർവന്തി. കാരണം അങ്ങ് നിത്യപ്രിയനാണ്, എല്ലാവർക്കും എന്നും പ്രിയമായിരിക്കുന്നതാണ് ആത്മ. അങ്ങനെയുള്ള അങ്ങയുടെ നേരെയാണ് എല്ലാവരും രതിയെ വയ്ക്കുന്നത്. ഞങ്ങളും അത്രയേ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അല്ലാതെ മൂഢകളായി ഞങ്ങളും സാധാരണ അറിവില്ലാത്ത പ്രാകൃത ജനങ്ങളെപ്പോലെ അല്ലേ. കുശലന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രാകൃതന്മാരെന്താ ചെയ്യണത്? പതിസുതാദികളിൽ ഭ്രമിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ആർത്തിതന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും അവരെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മൗഢ്യമാണ്. അപ്പം ഞങ്ങൾ അല്പം കുശലത്തരം കാണിച്ചു അല്ലേ, കുശലത കാണിച്ചു. അത് ദോഷമാണോ? മനുഷ്യർ എന്നും മൂഢന്മാരായി തന്നെ ഇരിക്കുന്നതാണോ അഭികാമ്യം? അതോ ധീരന്മാരാവുന്നതാണോ? അപ്പോൾ പതിസുതാദിഭി ആർത്തിദൈഹി കിം. ആർത്തിയെ, ദുഃഖത്തെ നൽകുന്ന ഭർത്താവ്, മക്കൾ മുതലായവരെ കൊണ്ട് എന്ത് കാര്യം? എപ്പോഴായാലും അവരെ കൊണ്ട് ദുഃഖമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അവർ കൂടെയുള്ളപ്പോഴും ദുഃഖം, അവരിൽ നിന്ന് അവർക്ക് മരണം സംഭവിച്ചാലോ വിയോഗം സംഭവിച്ചാലോ ഒക്കെ ദുഃഖം. അവരിൽ നിന്ന് ചിലപ്പോൾ പ്രതികൂലമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടും ദുഃഖം ഉണ്ടാവും. എപ്പോഴും ദുഃഖത്തിന് ചാൻസ് കൂടുതലാണ് ഇവരിൽ നിന്നും. സുഖം എന്നുള്ളത് എത്രയോ കഷ്ടപ്പെട്ടാൽ ഒരു തുള്ളി പോലെ കിട്ടും അല്ലേ. തേനീച്ചകളും വണ്ടുകളൊക്കെ എത്രയോ പൂവിൽ തെരഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു തുള്ളി തേനൊക്കെ സംഭരിക്കുക. എന്നതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് അല്പസുഖം എപ്പോഴെങ്കിലും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക, തേരാ പാര അല്ലെങ്കിൽ നെട്ടോട്ടവും കുറിയോട്ടവും ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് ഹേ പരമേശ്വര അരവിന്ദനേത്ര
നഹ പ്രസീത, ഞങ്ങളുടെ നേരെ പ്രസാദിച്ചാലും, ഞങ്ങളുടെ അങ്ങയിൽ തൊയ് ചിരാത് ഭൃതാം ആശാം മാസ്മ ചിന്തിയാഹ, അങ്ങയുടെ നേർക്ക് ഞങ്ങൾ എത്ര കാലമായി സ്നേഹം വെച്ചുകൊണ്ടിരിക്കുന്നു, ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങയെ പ്രാപിക്കാനുള്ള തീവ്രമായ അനുരാഗം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഛേദിച്ച് കളയരുത് ഞങ്ങളുടെ നേരെ പ്രസാദിച്ചാലും. ഇനി ഗൃഹകൃത്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ അങ്ങ്? വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറയുന്നില്ലേ? പോയിട്ടെന്ത് കാര്യം? ഞങ്ങൾക്ക് പോകാനേ പറ്റുന്നില്ല. ഒന്നാമത് ഞങ്ങളുടെ കാലുകൾ അനങ്ങുന്നില്ല. അങ്ങയുടെ പാദമൂലത്തെ പ്രാപിച്ച് അവിടെ ഒട്ടിയിരിക്കുകയാണ് ഞങ്ങളുടെ കാലുകൾ. ഞങ്ങളുടെ ചിത്തം ഞങ്ങളുടെ ഗൃഹകൃത്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങ് അപഹരിച്ചെടുത്തു കഴിഞ്ഞില്ലേ എത്രയോ മുമ്പേ. ഗൃഹേഷു നിർവിശതി ചിത്തം, ഏത് ചിത്തമാണോ ഗൃഹകർമ്മങ്ങളിൽ പ്രവേശിക്കേണ്ടത് അതിനെയൊക്കെ അങ്ങ് സുഖസ്വരൂപനായ ഭവത സുഖേന ഭവത അപഹൃതം, അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ചിത്തവുമില്ല, കാലുവിടുന്ന ദേഹം അനങ്ങുന്നുമില്ല. ഞങ്ങളുടെ കൈകളും അങ്ങയുടെ സേവയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കഥം വ്രജം യാമ, എങ്ങനെ ഞങ്ങൾ വ്രജത്തിലേക്ക് പോവുകയാണ്? പോയാലും ഈ ജഡങ്ങളെ കൊണ്ട് അവിടെ ഒരു പ്രയോജനവുമില്ല. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അങ്ങയിൽ സമർപ്പിതം. ഇതൊന്നും ഇല്ലാതെ വെറുതെ യന്ത്രങ്ങളെ കണക്ക് അങ്ങോട്ട് തിരിച്ചു പോയിട്ട് എന്ത് കാര്യം? കരവാമ കിംബ, ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്താ ഞങ്ങളിപ്പോൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ, ഹൃച്ഛയാഗ്നിയെ, അങ്ങയുടെ ഹാസത്തിൽ നിന്നും അവലോകങ്ങളിൽ നിന്നും കളഗീതത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ഈ അഗ്നി. അങ്ങ് തന്നെയാണ് ഈ തീ കൊളുത്തി വെച്ചത്. ഞങ്ങളാരുമല്ല ഇത് തുടങ്ങി വെച്ചത്. അങ്ങ് ഈ ഗോകുലത്തിൽ വന്ന് അവതരിച്ച അന്നു മുതൽക്ക് ഞങ്ങളെ ആകർഷിച്ച് കൊതിപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിലുള്ള അങ്ങയോടുള്ള ആ സ്നേഹവും പ്രേമവും അനുരാഗവും ഒക്കെ വർദ്ധിപ്പിച്ച് ആരാണ് വളർത്തിയത്? അതാണ് ഭാസാവലോക കളഗീതജ ഹൃച്ചയാഗ്നി. നിന്റെ ഉത്തരവാദി അങ്ങ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അഗ്നിയെ അധരാമൃതപൂർവകേണ സിഞ്ച, അങ്ങയുടെ അധരാമൃത പ്രവാഹം കൊണ്ട് അതിനെ നനച്ച് ഞങ്ങളുടെ അഗ്നിയുടെ ശക്തിയെ ശമിപ്പിച്ചാലും, ഞങ്ങളുടെ ഉള്ളിലുള്ള താപത്തെ ശമിപ്പിച്ചാലും, അല്ലെങ്കിൽ നോചേദ്വയം വിരഹജാഗ്നി ഉപയുക്ത ദേഹാഹ, ഞങ്ങൾ ആ വിരഹത്തിൽ നിന്ന് ജനിക്കുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവരായിട്ട് അങ്ങയുടെ പദവിയെ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ പദവിയെ പ്രാപിക്കും. അപ്പൊ അവിടെ ധ്യാനേന യാമപദയോ പദവീം സഖേത്തെ, ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ താപത്തോടുകൂടെ അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കും. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ശരീരം വീണുപോകും. അങ്ങനെ ശരീരം വീണുപോകുമ്പോൾ തീർച്ചയായിട്ടും അന്തേ യാമതി സാഗതി എന്ന ന്യായപ്രകാരം അങ്ങയുടെ പാദത്തെ തന്നെ ഞങ്ങൾ പ്രാപിക്കും. അല്ലേ? മരണകാലത്ത് എന്ത് ചിന്തിച്ചുകൊണ്ടാണോ ദേഹം ത്യജിക്കുന്നത് അതിനെ പ്രാപിക്കുമെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്രകാരം ഞങ്ങളുടെ പ്രാണനെ ഇവിടെ വെച്ച് ത്യജിക്കും അങ്ങയെ ധ്യാനിച്ചുകൊണ്ട്. അങ്ങനെ അങ്ങയുടെ പാദങ്ങളുടെ പദവിയെ ഞങ്ങൾ പ്രാപിക്കും. അത് തടയാൻ അങ്ങേക്ക് ആവില്ല. അപ്പോ അങ്ങ് തന്നെ അത് അനുവദിച്ച് നൽകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അങ്ങേക്കും ചീത്തപ്പേരും സങ്കടവും ഒക്കെ ഉണ്ടാവും. അങ്ങ് നിമിത്തമായിട്ട് ഞങ്ങൾ ഇത്രയും പേരിവിടെ പ്രാണനെ ത്യജിച്ചു, പ്രായോപവേശം ചെയ്തു എന്നുള്ള ദോഷം അങ്ങേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരണം. അല്ലേ? അങ്ങയുടെ മന്ദഹാസവും അങ്ങയുടെ അവലോകനവുമാണ് ഞങ്ങളുടെ ഉള്ളില് ഈ ഹൃച്ഛയാഗ്നിയെ ജ്വലിപ്പിച്ചത്. വാസ്തവത്തിൽ ഭഗവാന്റെ മന്ദഹാസം എന്നുള്ളത് ഏതു തത്വമാണ്? ഭഗവാന്റെ മന്ദഹാസം മായയാണ്. മന്ദഹാസത്തെ തന്നെയാണ് മായ എന്ന് പറയുന്നത്.
ഭഗവാന്റെ ധ്യാനപരമായിട്ടുള്ള ഉപദേശങ്ങളിലൊക്കെ കപിലോപദേശം അല്ലെങ്കിൽ ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോൾ, ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുമ്പോൾ ഒക്കെ ധ്യാനത്തിൽ ഭഗവാന്റെ മന്ദഹാസത്തെ മായയോട് ഉപമിക്കുന്നുണ്ട്. അവസാനം ദ്വാദശ സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിൽ മഹാപുരുഷ ലക്ഷണം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഭഗവാന്റെ ഏതേത് അവയവങ്ങൾ, ഏതേത് ആയുധങ്ങൾ, ഏതേത് ആഭരണങ്ങൾ, എന്തെന്ത് തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയും പറയും ഭഗവാന്റെ മന്ദഹാസം മായയാകുന്നു. അപ്പോൾ ഇവിടെ മന്ദഹാസം കൊണ്ട് ഞങ്ങളെ മയക്കി എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് മയക്കി. ഭഗവാന്റെ മായയിൽ മയങ്ങാത്തവരായിട്ട് ആരാണുള്ളത്? സാക്ഷാൽ ശങ്കരൻ പോലും മോഹിച്ചിരിക്കുന്നു, അല്ലേ? കാമാരിയായ ശങ്കരൻ പോലും മോഹിച്ചിരിക്കുന്നു. പിന്നെയാണോ ഈ സ്ത്രീകളായ ഞങ്ങൾ? ഭഗവാന്റെ മന്ദഹാസത്തിൽ പുരുഷന്മാർ പോലും മോഹിക്കുന്നു, പുരുഷോത്തമന്മാർ പോലും മോഹിക്കുന്നു. അപ്പൊ പിന്നെ സ്ത്രീകളായ ഞങ്ങൾ മോഹിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനി ഭഗവാന്റെ ഈക്ഷ അഥവാ കടാക്ഷം, കടാക്ഷത്തിന്റെ തത്വം എന്താണ്? ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഉപനിഷത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ സ ഐക്ഷത എന്നാ പറയുന്നത്. അവൻ നോക്കി, അവൻ ദർശിച്ചു, ഈക്ഷിച്ചു. അവന്റെ ഈക്ഷണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം സംഭവിക്കുന്നത്. ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചു, ഭഗവാൻ ദർശിച്ചു, ഈക്ഷിച്ചു. ആ ഭഗവാന്റെ ഈക്ഷണത്തിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത്. അപ്പൊ ഇവിടെയും ആ ഭഗവാന്റെ കടാക്ഷം, ഈക്ഷണം എന്നുള്ളതിന്റെ തത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ജനിക്കുന്നത്, കാമങ്ങൾ ജനിക്കുന്നത് ഭഗവാന്റെ ഈക്ഷ കൊണ്ട് തന്നെയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും എന്തെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകില് ഭഗവാന്റെ ഒരു സങ്കല്പമുണ്ട്, ഭഗവാന്റെ ഈക്ഷയുണ്ട്. ഭഗവാനാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് എന്ന് പ്രേരിപ്പിക്കും പോലെ കടാക്ഷം കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന്റെ മന്ദഹാസം, ഭഗവാന്റെ ഈക്ഷണം, കളഗീതജം, അല്ലേ? ഭഗവാന്റെ ആ മധുരമായിട്ടുള്ള, അവ്യക്ത മധുരമായിട്ടുള്ള ശബ്ദം, ഗാനം, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഭഗവാൻ മുഴക്കുന്നുണ്ട്. പരാപശ്യന്തി മധ്യമ എന്നിങ്ങനെയുള്ള ഭാവത്തിൽ അവിടെയൊക്കെ അവ്യക്ത മധുരമാണ്. നമ്മൾ കേൾക്കുന്നത് വൈഖരി എന്ന നാദമാണ്. വൈഖരിയിലേക്ക് എത്തുമ്പോഴേക്കും മധുരം കുറയും. ശരിക്കുള്ള മധുരം ഉള്ളിലാണ്. പരാപശ്യന്തി മധ്യമ, ആ തലം വരയ്ക്കാണ് അവ്യക്ത മധുരം. ഉള്ളിൽ ഭഗവാന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്നത്. ആ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവുന്നതും നമ്മൾ ചേഷ്ടിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ മുഴുവൻ ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ റിമോട്ട് കൊണ്ട് നമ്മളെ ചലിപ്പിക്കുകയാണ്. നമ്മളൊക്കെ വെറും യന്ത്രപ്പാവകൾ മാത്രമാണ്. ഈ തത്വം അറിഞ്ഞാൽ നമുക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. ഭഗവാനെ, എന്താണോ അങ്ങ് ഇച്ഛിക്കുന്നത് അത് അങ്ങ് എന്നെ കൊണ്ട് ചെയ്യിച്ചോളൂ, അല്ലേ? വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. ഈ തത്വം ഈ ശ്ലോകത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്.
ഈ ശാസ്ത്ര തത്വത്തെയാണ് അവർ പരോക്ഷമായി മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കണം. അങ്ങയുടെ മന്ദഹാസം കൊണ്ടും അങ്ങയുടെ കടാക്ഷം കൊണ്ടും അങ്ങയുടെ കളമധുരമായിട്ടുള്ള അവ്യക്തമധുരമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ടും വേണുഗാനം കൊണ്ടും ഒക്കെ ഞങ്ങളെ ഭ്രമിപ്പിച്ചിരിക്കുകയല്ലേ. വാസ്തവത്തിൽ ഭഗവാന്റെ വേണുഗാനം എന്നുള്ളത് ശാസ്ത്രങ്ങൾ തന്നെയാണ്, ശ്രുതികൾ തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും മധുരമായിട്ടുള്ളത്. അത് പ്രത്യക്ഷത്തിൽ അവ്യക്തമാണ്. അത് ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടേ വ്യക്തമാവുകയുള്ളൂ. വേണ്ട പോലെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്തു കഴിയുമ്പോഴേ അത് വ്യക്തമാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഗൂഢങ്ങളായ തത്വങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള വാക്യങ്ങളാണ് ഇവിടെ ഗോപികമാര് പറയുന്നത്. ചിന്തിക്കാൻ ഒരുപാട് വിഷയം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഹൃച്ഛയമുണ്ടാകുന്നത്, നമ്മുടെ ഉള്ളിൽ കാമപീഡകളുണ്ടാകുന്നത് എല്ലാം ഭഗവാന്റെ മന്ദഹാസവും ഭഗവാന്റെ കടാക്ഷവും കൊണ്ട് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അത് തന്നെയാണ് അവസ്ഥ. ഗോപികമാരുടെയും അവസ്ഥ പ്രത്യക്ഷമായിട്ട് കൃഷ്ണരൂപത്തിൽ ഭഗവാൻ മന്ദഹസിച്ചും അല്ലേ നോക്കിക്കൊണ്ടും അവരെ ആകർഷിച്ച് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സിഞ്ച എന്ന് പറഞ്ഞാൽ എന്ത് സിഞ്ച? അമൃതാദര പൂരകേണ. ഇപ്പോൾ ഭഗവാന്റെ ആനന്ദാമൃത വർഷം ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലുള്ള താപത്തെ ശമിപ്പിക്കണം. ഭഗവത് പ്രാപ്തി കൊണ്ടുണ്ടാകുന്നതാണ് ആനന്ദാമൃത വർഷം. ആ അമൃതവർഷം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള താപത്തെ ശമിപ്പിക്കണം എന്നുള്ള ഒരു തീവ്ര ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് തുടരാം. യർഹ്യംബുജാക്ഷ തവ പാദതലം രമായാഃ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മതത്പ്രഭൃതി നാന്യസമക്ഷമംഗ സ്ഥാതും ത്വയാ വിരമിതാ ബദ പാരയാമഃ. യർഹ്യംബുജാക്ഷ തവ പാദതലം രമായാഃ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മതത്പ്രഭൃതി നാന്യസമക്ഷമംഗ സ്ഥാതും ത്വയാ വിരമിതാ ബദ പാരയാമഃ. ഹേ അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ, രമായാഃ ക്വചിത് ദത്തക്ഷണം അരണ്യജനപ്രിയസ്യ തവ പാദതലം യർഹി അസ്പ്രാക്ഷ്മ. യർഹി എന്നുള്ളത് എപ്പോഴാണോ, അസ്പ്രാക്ഷ്മ എന്ന് പറഞ്ഞാൽ വയം അസ്പ്രാക്ഷ്മ, ഞങ്ങൾ സ്പർശിച്ചുവോ. സ്പർശനം എന്നുള്ള ക്രിയയുടെ ഒരു പാസ്റ്റ് രൂപമാണ് അസ്പ്രാക്ഷ്മ. വയം അസ്പ്രാക്ഷ്മ, ഞങ്ങൾ സ്പർശിച്ചു എന്ന് വെച്ചാൽ ഇത്രയും കാലം ഭഗവാന്റെ കൂടെ ഭഗവാൻ ഗോകുലത്തിൽ ബാലലീലകൾ തുടങ്ങി ഇവരുടെ കൂടെ തന്നെ കളിച്ച് വന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ആ പാദത്തെ സ്പർശിക്കാനുള്ള ഭാഗ്യം, ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം എന്നുള്ള അർത്ഥത്തിൽ ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. അന്നു മുതൽക്ക് തത് പ്രഭൃതി ത്വയാ അഭിരമിതാഹ. തത് പ്രഭൃതി അന്നു മുതൽക്ക് എന്നർത്ഥം. ത്വയാ അഭിരമിതാഹ, അങ്ങയാൽ ആനന്ദിപ്പിക്കപ്പെടുകയാണ് ഞങ്ങൾ, അഭിരമിപ്പിക്കപ്പെടുകയാണ് അങ്ങയെ കണ്ടത് മുതൽ, അങ്ങയുമായി അടുത്തത് മുതൽ എന്നർത്ഥമാണ്. അങ്ങയുടെ പാദസ്പർശം ഞങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങയുമായിട്ട് സംഘമുണ്ടാവുക. അപ്പൊ എന്ന് അങ്ങയുമായിട്ട് ഞങ്ങൾക്ക് സംഘമുണ്ടായോ അന്നു മുതൽക്ക് ഞങ്ങൾ അങ്ങയാൽ രമിപ്പിക്കപ്പെടുന്നവരാണ്
ഹേ അംഗ അന്യസമക്ഷം സ്ഥാതും ന പാരയാമ. അതുകൊണ്ട് ഹേ അംഗ, അല്ലയോ പൂജ്യ, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ആത്മസ്വരൂപനായിരിക്കുന്നവനെ, അന്യസമക്ഷം വേറൊരാളുടെ മുമ്പിൽ സ്ഥാതും ന പാരയാമഹ, അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഞങ്ങൾ ശക്തരല്ല. ബദ, കഷ്ടം തന്നെ ഞങ്ങളുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങ് മുമ്പ് പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അവരവരുടെ ഭർത്താക്കന്മാരെ ചെന്ന് സേവിക്കുവിൻ, അവരുടെ പാദസേവ ചെയ്യൻ. നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാമാഗ്നിയൊക്കെ അവര് നശിപ്പിക്കും എന്ന് ഭഗവാൻ സൂചന കൊടുത്തിട്ടുണ്ടാവും. ഇവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അതിന് ഭഗവാൻ ചിലപ്പോൾ അപ്പപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്നുണ്ടാവും. അതിന് കൂടുതൽ മറുപടിയായിട്ടാണ് ഇവർ പറയുന്നത്, പ്രാകൃതന്മാരായ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പ്രാകൃത സുഖം കാക്ഷിക്കുന്നവരല്ല ഞങ്ങൾ. അങ്ങയെ കണ്ടത് മുതൽ, അങ്ങയുമായി സംഘമുണ്ടായത് മുതൽ അങ്ങാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങാണ് എല്ലാവരുടെയും നാഥൻ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങയെ വിട്ട് അല്പന്മാരായിട്ടുള്ള പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് എന്ന് പ്രാകൃതങ്ങളായ രതിസുഖം അനുഭവിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നതും ഈ പ്രാകൃതന്മാരായ മനുഷ്യന്മാരിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു രതിസുഖം അഭ്യർത്ഥിച്ചുകൊണ്ടല്ല, ആഗ്രഹിച്ചുകൊണ്ടല്ല. അങ്ങയെ ഞങ്ങളൊരു പ്രാകൃതനായിട്ടല്ല കണ്ടിരിക്കുന്നത്. അത് ഇത്രയും പേർ ഒന്നിച്ച് വന്നതിൽ നിന്ന് തന്നെ വ്യക്തം. ഇത്രയും ഗോപികമാർ ഒന്നിച്ച് ഒരു പുരുഷന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അത് ഈ കൃഷ്ണനെ ഒരു പ്രാകൃത പുരുഷനായിട്ടാണ് കണ്ടിരിക്കുന്നതെങ്കിൽ അവർക്കെങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു വരാൻ കഴിയുമോ? പരസ്പരം മത്സരിച്ചും അല്ലേ, ശണ്ട കൂടിയും ഉന്തിയും തള്ളിയും, നീ പോ വിട്ടുപോ, എന്നെയാണ് കൃഷ്ണന് ഇഷ്ടം, ഞാൻ മാത്രം മതി ഇവിടെ, നിങ്ങളൊക്കെ പോകിൽ എന്ന് പറഞ്ഞ് പരസ്പരം വേണമെങ്കിൽ യുദ്ധം ചെയ്യാം അവർക്ക്. സ്ത്രീകളുടെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയും വസ്ത്രാക്ഷേപവും ഒക്കെ ചെയ്യാം അല്ലേ. അങ്ങനെയാണ് പല തെരുവുകളിലുമൊക്കെ നടക്കുക. അല്ലേ, സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഭാര്യ അതറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലും. അവിടെ ചെന്ന് ആ സ്ത്രീയോട് ശണ്ട കൂടും, ഇയാളെ പിടിച്ച് വലിക്കും, രണ്ടുപേരും കൂടി അങ്ങോട്ട് കൂടും, പിടിയും വലിയാവും. ഇതൊക്കെയാണ് ലോകത്തിൽ സംഭവിക്കുക. അപ്പൊ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ തമ്മിൽ ഇങ്ങനെയാണ്. എന്നാൽ ഇവരാരെങ്കിലും ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭഗവാനെ തന്നെ ആശ്രയിച്ച് വന്നവരല്ലേ. അവർ തമ്മിൽ മത്സരമുണ്ടോ? അവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്രിയം പ്രകടിപ്പിക്കുന്നുണ്ടോ? നീ പോ, നീ പോ, നീ പോ, ഇത്രയും ആളുകളൊക്കെ കൂടിയാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് ഭഗവാനെ കിട്ടില്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് സ്വകാര്യമായി അനുഭവിക്കണം, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ ഈ ഗോപികമാരെയോ കൃഷ്ണനെയോ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നവർ, പരിഹസിക്കുന്നവർ ഒക്കെ എല്ലാ തലങ്ങളും ഒന്ന് ചിന്തിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചൂടെ? അവർ തന്നെ ഇത് പരിഹസിക്കുന്നതിലൂടെ സ്വയം പരിഹാസ്യരായി തീരുകയാണ്. അവരുടെ അല്പത്തരത്തെ, അവരുടെ മൗഢ്യത്തെ അവർ പ്രകടിപ്പിക്കുകയാണ്. ഒരു കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് വിമർശിക്കുക എന്നുള്ളത് അത്യന്തം മൂഢത്തരമാണ്. എല്ലാ ഭാഗവും അറിഞ്ഞു വേണം ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയാനായിട്ട്. ഏത് കാര്യമാണെങ്കിലും നമ്മൾ രണ്ടു വശവും കേൾക്കണം. രണ്ടു വശമല്ല, അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷമേ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും കാള പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുന്ന മൂഢന്മാരാണ് ഈ രാസക്രീഡയുടെ
ആ ഒരു മാഹാത്മ്യം അറിയാതെ, അതിൻ്റെ ആ ഒരു ഗാംഭീര്യം അറിയാതെ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെയെങ്കിലും അവർ കൃഷ്ണനെക്കുറിച്ച് സ്മരിക്കുന്നുണ്ടല്ലോ എന്നെങ്കിലും അവർക്ക് വെളിവുണ്ടാകും, അവർ ഭഗവാന്റെ അടുത്തേക്ക് എത്തും എന്ന് നമുക്ക് കരുതാം. അതിനുവേണ്ടി നമുക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം. ഭഗവാനെ, അങ്ങ് തന്നെ അവർക്ക് സദ്ബുദ്ധി കൊടുത്ത് അങ്ങയുടെ രഹസ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറയാം. അപ്പോ ഹേ അംബുജാക്ഷ, ഇവിടെ രമായാഹ ക്വചിത് ദത്തക്ഷണം എന്ന് പറയുന്നുണ്ട്. അത് ഭഗവാന്റെ പാദത്തിന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുകയാണ്. രമായാഹ, ലക്ഷ്മി ദേവിക്ക് ക്വചിത്, വല്ലപ്പോഴും, ചിലപ്പോൾ മാത്രം, ദത്തക്ഷണം, ക്ഷണനേരം ദാനം ചെയ്യുന്നത്. ലക്ഷ്മി ദേവിക്ക് പോലും അല്പനേരമേ അത് സേവിക്കാൻ കിട്ടുള്ളൂ. അത് ഉത്സവമാണ് ലക്ഷ്മി ദേവിക്ക്. ഭഗവാന്റെ പാദസേവ ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ലക്ഷ്മി ദേവി പോലും. അങ്ങനെയുള്ള ലക്ഷ്മി ദേവിക്ക് പോലും ദുർലഭമായിരിക്കുന്നതായിട്ടുള്ള അനർത്ഥം ദത്തക്ഷണസ്യ, ദത്തക്ഷണം ക്വചിത്. അപ്പൊ രമായാഹ ക്വചിത് ദത്തക്ഷണം തവ പാദതലം, അങ്ങയുടെ പാദതലം, അരണ്യജനപ്രിയസ്യ. അത് ഭഗവാനെ തവ എന്ന് പറഞ്ഞപ്പോ അരണ്യജനപ്രിയനാണ് ഭഗവാൻ. അരണ്യജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ഈ വനവാസികൾ, ഈ വൃന്ദാവനവാസികൾ, ഈ അല്ലേ, ഇങ്ങനെയുള്ള ഗോപികമാർ പശുക്കളെ മേച്ച് നടക്കുന്നവർ എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ അരണ്യജനം എന്ന് പറഞ്ഞാൽ കാട്ടിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ. അപ്പോ ഋഷീശ്വരന്മാർക്ക് പ്രിയമാണ് അങ്ങയുടെ പാദതലം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. യോഗീശ്വരന്മാർക്ക് പോലും അങ്ങയുടെ പാദത്തിൽ എന്തെന്നില്ലാത്ത രതിയാണുള്ളത്. അവരെല്ലാം അങ്ങയുടെ പാദങ്ങളെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അരണ്യജനങ്ങൾക്ക് പ്രിയനായിരിക്കുന്ന അങ്ങയുടെ പാദതലം, ലക്ഷ്മി ദേവിക്ക് പോലും അല്പനേരം മാത്രം സേവിക്കാൻ കിട്ടുന്ന, ഉത്സവം പോലെ സേവിക്കാൻ കഴിയുന്ന ആ പാദതലം, അത് ഞങ്ങള് എന്ന് സ്പർശിച്ചുമോ വയം അസ്പ്രാക്ഷ്മ തൽ പ്രഭൃതി, അന്ന് മുതൽക്ക് ഞങ്ങൾക്ക് വേറൊന്നിലും രുചിയില്ലാതെയായി. അല്ലേ, പാലട പ്രഥമൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴങ്കഞ്ഞിക്ക് വല്ല രുചി ഉണ്ടാവുമോ? ഇതൊരു വെറും ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇതൊന്നും ഭഗവാന്റെ മുമ്പിൽ താരതമ്യമല്ല. അപ്പോൾ ആനന്ദസ്വരൂപനായ ഭഗവാനെ സേവിക്കാൻ കിട്ടിയിട്ട്, ആ ഭഗവാന്റെ അടുത്തെത്തിയിട്ട് ഇനി ദുഃഖപൂർണന്മാരായ, അല്ലെ, ആർത്തിതന്മാരായ അവരെ സ്വയം ദുഃഖിക്കുന്നു. ഭർത്താവും മക്കളും എന്നൊക്കെ പറഞ്ഞ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അവർക്കുണ്ടോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്നു? ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാ സുഖം തരാൻ കഴിവ്? മറ്റുള്ളവർക്ക് സുഖം തരാനുള്ള കഴിവ് ആർക്കാ ഉണ്ടാവുക? ആരാണോ ഒരു ദുഃഖവുമില്ലാതെ സുഖത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ദുഃഖികളാണ് സ്വയം. മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്ന അല്പന്മാരാണ്. അങ്ങനെയുള്ള അവരുടെ മുമ്പിൽ ഞങ്ങളിനി എങ്ങനെ ചെന്നു നിൽക്കും? അല്ലേ? അപ്പോ ഞങ്ങൾക്ക് ആ പ്രാകൃത പുരുഷന്മാരിൽ നിന്നുള്ള രതിയല്ല ഞങ്ങൾ കാക്ഷിക്കുന്നത്. ഈശ്വരനായ അങ്ങയുമായിട്ടുള്ള സംഘമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. ഞങ്ങൾക്ക് പ്രാകൃത പുരുഷന്മാരുടെ രതിയിൽ ഒരു രതിയും ഇല്ല. അവരിൽ നിന്നുള്ള ഒരു സുഖത്തിനും ഞങ്ങൾ കാക്ഷിക്കുന്നില്ല. അങ്ങയിൽ നിന്നുള്ള
ആ ആനന്ദ അനുഭവമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഇവിടെ മഹാലക്ഷ്മി പോലും കൊതിക്കുന്നത് എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലും അതിനെ തന്നെ ഒന്നുകൂടെ വിസ്തരിക്കുന്നു. ശ്രീര്യത്പദാംബുജരജശ്ചകമേ തുളസ്യാഃ ലബ്ധ്വാ വിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാ സ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ തദ്വദ്വയം ച തവ പാദരജഃ പ്രപന്നാഃ. ശ്രീര്യത്പദാംബുജരജശ്ചകമേ തുളസ്യാ ലബ്ധ്വാ വിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാ സ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ തദ്വദ്വയം ച തവ പാദരജഃ പ്രപന്നാഃ. അപ്പൊ ശ്രീഹി ആ ലക്ഷ്മീദേവി യൽ പദാംബുജരജഃ ചകമേ എന്ന് പറഞ്ഞാൽ കാമിച്ചു എന്നർത്ഥം. കാമ എന്നുള്ള ധാതുവിന്റെ ലിട്ടരൂപം ചകമേ. അപ്പോ യത് പദാംബുജരജഃ ചകമേ, ഏതൊരു ഭഗവാന്റെ പാദാംബുജത്തിലെ രജസ്സിനെ, പൊടിയെ, ധൂളിയെ കാംക്ഷിക്കുന്നുവോ, കാമിക്കുന്നുവോ, ആരോടുകൂടി? തുളസിയോടുകൂടെ. അവിടെ പങ്കുവെക്കാൻ ഒരാളുണ്ട്, തുളസീദേവി. ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നവളാണ് തുളസി. ആ തുളസിയോടുകൂടിയാണ് ലക്ഷ്മിയും ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നത്, കാമിക്കുന്നത്. എന്ത് കിട്ടിയിട്ട്? ലബ്ധ്വാപി വക്ഷസി പദം കില ഭൃത്യജുഷ്ടം. അപ്പൊ അവിടെ ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ വക്ഷസി പദം നൽകിയിട്ടുണ്ട്. വക്ഷസി മാറിടത്തില് ശ്രീവത്സം എന്ന സ്ഥാനത്ത് വക്ഷസി പദം ലബ്ധ്വാ അഭി, ലഭിച്ചിട്ടും ഭഗവാൻ ലക്ഷ്മിയെ വരിച്ച് തന്റെ മാറിടത്തിലാണ് സ്ഥാനം കൊടുത്തത്. പക്ഷേ ലക്ഷ്മി ദേവി താഴേക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ പാദത്തെ തുളസി സേവിക്കുന്നു. തുളസി ഭഗവാന്റെ പാദം സേവിക്കുന്നത് കാണുമ്പോൾ ലക്ഷ്മിക്ക് ഇരിക്കപ്പുറതിയില്ല. തനിക്ക് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ സുഖം ഭഗവാന്റെ പാദം സേവിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിലിരിക്കലാണ് എന്ന് ലക്ഷ്മി ദേവി ചിന്തിക്കുന്നു. അങ്ങനെ തുളസീ ദേവിയോടുകൂടെ ലക്ഷ്മി ദേവിയും ഭഗവാന്റെ പാദത്തെ വളരെ കാമനയോടുകൂടി സേവിക്കുന്നു എന്നാണ്. ലബ്ധ്വാപി വക്ഷസി പദം ശ്രീഹി യത് പദാംബുജരജഃ തുളസ്യാ സഹ ചകമേ. അപ്പോൾ ഭഗവാന്റെ പാദധൂളിയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയേണ്ടത് ഭൃത്യജുഷ്ടം യൽ പദാംബുജരജഃ. ഭഗവാന്റെ ഭൃത്യന്മാരാൽ സേവിക്കപ്പെടുന്നത്, ആശ്രയിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ പാദാംബുജത്തിലെ രജസ് ധൂളികൾ. എല്ലാ ഭൃത്യന്മാരാലും സേവിക്കപ്പെടുന്ന ഭഗവാന്റെ ഭൃത്യന്മാരാണ് ബ്രഹ്മാദി ദേവന്മാരൊക്കെ. അപ്പോ ബ്രഹ്മാവ്, ഇന്ദ്രൻ, മഹാദേവൻ, മറ്റ് അഗ്നി, വായു, വരുണൻ മുതലായ ദേവന്മാര്, അതുപോലെ ഋഷീശ്വരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, വിദ്യാധരന്മാര് മുതൽ ദേവവർഗത്തിൽപ്പെട്ട എല്ലാവരാലും, അതാണ് ഭൃത്യജുഷ്ടം. എല്ലാ ഭൃത്യന്മാരാലും ദേവന്മാരാലും ബ്രഹ്മാദികളാലും സേവിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ പാദധൂളി. ആ പാദധൂളിയെ തുളസിയോടുകൂടി കാമിക്കുകയാണ് ലക്ഷ്മി ദേവി. ചകമേ തദ്വത് വയം തവ പാദരജഃ പ്രപന്നാഃ. തദ്വത് അതുപോലെ തന്നെയാണ് വയം ഞങ്ങളും തവ പാദരജഃ പ്രപന്നാഃ, അങ്ങയുടെ പാദധൂളികളെ ആശ്രയിച്ചവരാകുന്നു. അപ്പൊ മഹാലക്ഷ്മി പോലും ഏതൊരുവളെ സേവിക്കുന്നുവോ, ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നുവോ ആ ഭഗവാന്റെ പാദങ്ങളെ ഞങ്ങളും സേവിക്കുന്നതിൽ, ഞങ്ങളും കൊതിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? മഹാലക്ഷ്മി പോലും, ഇനി മഹാലക്ഷ്മിയെ പോലും മറ്റുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെ സേവിക്കുകയാണ് ദേവന്മാരൊക്കെ. എന്തിന്? അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി. എല്ലാവരാലും സേവിക്കപ്പെടുന്നവളാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നു. അപ്പൊ മഹാലക്ഷ്മിക്ക് പോലും പ്രിയങ്കരമായിരിക്കുന്ന
അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ സേവിക്കുന്നതിന് അതിലെന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ? ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും മോശമായിട്ട് കരുതാനുണ്ടോ? അല്ലേ? സാക്ഷാൽ മഹാലക്ഷ്മിയും മറ്റ് ബ്രഹ്മാദി ദേവന്മാർ പോലും അങ്ങയുടെ പാദധൂളിയെ സേവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്കതിലെന്താ കൊതിച്ചുകൂടെ? ഞങ്ങൾക്ക് അതിന് അവകാശമില്ലേ? ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മോശമായിട്ട് കരുതേണ്ടതുണ്ടോ? ഇവിടെ ഭഗവാന്റെ ആ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു, ഭഗവാന്റെ പാദത്തിന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാരാലും മഹാലക്ഷ്മിയാൽ പോലും സേവിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ പാദം. അങ്ങനെയുള്ള പാദത്തെ ഞങ്ങൾ സേവിക്കുന്നതിൽ ഞങ്ങൾ കൊതിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ദോഷം പറയാൻ ആർക്കെങ്കിലും ആകുമോ? അങ്ങനെ ആരെങ്കിലും ദോഷം പറയുകയാണെങ്കിൽ അവരാദ്യം പറയേണ്ടത് മഹാലക്ഷ്മിയെയും ബ്രഹ്മാദി ദേവന്മാരെയും ഒക്കെ അല്ലേ? നിങ്ങൾ ഇത്രയും വലിയ വലിയ ആൾക്കാർ എന്തിനാ ഭഗവാന്റെ പാദധൂളിക്ക് വേണ്ടി മത്സരിക്കുന്നത്? അവിടെ പോയി കിടക്കുന്നത് എന്തിനാ നിങ്ങൾ എന്ന് ആദ്യം അവരോടൊക്കെ ചോദിച്ച് അവരെയൊക്കെ അതിൽ നിന്ന് അകറ്റൂ, എന്നിട്ട് ഞങ്ങളോട് പറയാം. അപ്പൊ അവർക്ക് പോലും അതത്രയും പ്രിയങ്കരങ്ങളാണെങ്കിൽ, അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആ ഭഗവാന്റെ പാദധൂളിയെ സേവിച്ചത് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഭഗവാന്റെ പാദധൂളി ഞങ്ങൾക്ക് എന്തുകൊണ്ട് സേവിച്ചുകൂടാ? ഇതാണ് ചോദ്യം. അപ്പോ എല്ലാവരും ഭഗവാന്റെ ലക്ഷ്മീനാഥനായ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നു, ഞങ്ങളും സേവിക്കുന്നു. ഞങ്ങൾ സേവിക്കുന്നതിൽ അസാധാരണമായിട്ടൊന്നുമില്ല. ഞങ്ങളെ മാത്രം ആട്ടി അകറ്റാൻ പാടുള്ളതല്ല. ശ്രീര്യത്പദാംബുജരജശ്ചകമേ തുളസ്യ ലബ്ധ്വാഭിഭക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാ സ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ തദ്വദ്വയം ച തവ പാദരജഃ പ്രപന്നാഃ. ഇവിടെ മൂന്നാമത്തെ വരി പറയേണ്ടത് യസ്യാഹ സ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ. അത് ഞാൻ പറയാൻ വിട്ടു. അന്യസുരപ്രയാസഃ, അന്യസുരന്മാർ, മറ്റുള്ള ദേവന്മാർ, അവരുടെയൊക്കെ പ്രയാസം യസ്യാഹ ഏതൊരുവളുടെ സ്വവീക്ഷണകൃത, അവരുടെ നേരെ നോക്കാൻ വേണ്ടിയിട്ടാണോ, ലക്ഷ്മീ ദേവിയുടെ ഒരു വീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അന്യസുരന്മാരുടെ എല്ലാം പ്രയാസം. എല്ലാവരും ലക്ഷ്മിയുടെ കടാക്ഷത്തിന് വേണ്ടി പാടുപെടുന്നു. പാലാഴിയിൽ നിന്ന് ആ ലക്ഷ്മി പൊങ്ങി വന്നപ്പോ തന്നെ എല്ലാവരും കഴുത്ത് നീട്ടിക്കൊണ്ട് ചെന്നവരാണ്. ഓരോരുത്തരുടെയും കഴുത്ത് വല്ല ജിറാഫിനെ പോലെയൊക്കെ നീണ്ടു. എന്റെ കഴുത്തിലേക്ക് മാലയിടൂ, എന്റെ കഴുത്തിലേക്ക് മാലയിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദേവന്മാരും ലക്ഷ്മിയുടെ നേരെ തല നീട്ടിയവരാണ്, കഴുത്ത് നീട്ടിയവരാണ്. ആ ലക്ഷ്മിയുടെ കടാക്ഷത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് ഓരോ ദേവന്മാരും. ആ ലക്ഷ്മി ഭഗവാന്റെ പാദധൂളിയെ സേവിക്കുന്നു. വേറൊരാൾ സേവിക്കാൻ ഉണ്ടായിട്ടും അല്ലേ, ഭഗവാന്റെ പാദം സേവിക്കാൻ തുളസിയുണ്ട്. ആ തുളസിയോട് ചെന്ന് മത്സരിക്കും പോലെ ചെന്ന് സേവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഭഗവാൻ ഓൾറെഡി നല്ലൊരു സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരുന്നാൽ പോരെ മര്യാദയ്ക്ക്. പക്ഷെ ആ ലക്ഷ്മിക്ക് പോലും ആ ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഭഗവാന്റെ പാദസേവയാണ് ഉത്തമം എന്ന് കരുതുന്നു. അങ്ങനെ ആ ലക്ഷ്മീ ദേവി പോലും ഭഗവാന്റെ പാദസേവ ചെയ്യുന്നു. അപ്പോ ആ ദേവന്മാർ അല്ലെങ്കിൽ ലക്ഷ്മീ ദേവി പോലും ഏതൊരു ഭഗവാന്റെ പാദസേവയെ ചെയ്യുന്നുവോ തദ്വത് അതുപോലെ വയം ഞങ്ങളും തവ പാദരജഃ പ്രപന്നാഹ, തവ അങ്ങയുടെ പാദരജഃ പാദധൂളികളെ, പാദരജസ്സിനെ പ്രപന്നാഹ ആശ്രയിച്ചവരാകുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങയുടെ ആ പാദരജസ്സിനെ സേവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം, നിഷേധിക്കരുത്. ദേവന്മാരും മഹാലക്ഷ്മിയും പോലും കൊതിക്കുന്ന പാദരജസ്സുകൾ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണം. ലോകത്തോട് മുഴുവൻ ഈ ഗോപികമാർ വിളിച്ചു പറയണ, ഹേ മാലോകരെ നിങ്ങളും കേൾക്കുവിൻ, ഇത്രയ്ക്ക് മാഹാത്മ്യമേറിയതാണ് ഭഗവാന്റെ പാദരജസ്, എല്ലാവരും അതിനെ സേവിക്കുവിൻ എന്ന് നമ്മളോടൊക്കെ പറയാതെ പറയുകയാണ്. ഈ ഗോപികമാരുടെ ഈ സ്തുതികള്, ഈ ഗോപികാ ഗീതങ്ങള് നമ്മൾ ദിവസവും അർത്ഥമറിഞ്ഞുകൊണ്ട് ഭാവനയോടുകൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ അതേ അനുഗ്രഹം, ആ ഭാഗ്യം നമുക്കും കിട്ടും.
അവർക്കുണ്ടായ ആ ഭക്തിഭാവം, ഭഗവാനോടുള്ള പരമപ്രേമം നമ്മുടെ ഉള്ളിലും വർദ്ധിച്ചു വരും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് മുക്തന്മാരായി, മുക്തകളായി നമുക്കും ഈ ജീവിതം ആനന്ദപൂർണമാക്കാം. ഇതാണ് ഈ ഗോപികാഗീതം പഠിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രയോജനം, താല്പര്യം. മനസ്സിരുത്തി പഠിക്കുകയും നിത്യവും ചൊല്ലുകയും ചെയ്യുക. അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ സുഖം, അല്ലേ? അവരുടെ അപേക്ഷ, പ്രാർത്ഥന തുടരുകയാണ്. തന്നഃ പ്രസീദ വൃചിനാർദ്ദന തേംഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതീഃ ത്വദുപാസനാശാഃ തുൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. തന്നഃ പ്രസീദ വൃജിനാർദ്ദന തേംഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതീസ്ത്വദുപാസനാശാഃ തുൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. തത് നഃ പ്രസീദ വൃജിനാർദ്ദന. ഹേ വൃജിനാർദ്ദന. വൃജിനം എന്ന് പറഞ്ഞാൽ പാപം, ദുഃഖം എന്നൊക്കെ പര്യായം. കാരണം പാപത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. പാപത്തിന്റെ ഫലമാണ് ദുഃഖം. അതുകൊണ്ട് പര്യായ ശബ്ദമായിട്ട് തന്നെ വൃജനത്തെ പാപമെന്നും ദുഃഖമെന്നും അർത്ഥത്തിൽ പ്രയോഗിക്കാം. അപ്പൊ ഇവിടെ വൃജിനാർദ്ദന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനേ, എല്ലാവരുടെ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. വൃജിനം അർദ്ധതി അർദ്ധയതീതി വൃജിനാർദ്ദന. പാപങ്ങളെ നശിപ്പിക്കുന്നവൻ, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൻ. അപ്പൊ ഞങ്ങളുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഹേ ഭഗവാനെ, നഹ പ്രസീദ. ഞങ്ങൾ ഇത്രയും പറഞ്ഞ ന്യായങ്ങൾ വെച്ച്, അല്ലെ, മുൻപ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അതാണ് തത് എന്ന് പറഞ്ഞത്. തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, ദെർഫോർ, കൺക്ലൂഷനിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ റീസൺ ചെയ്തു എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഭജിക്കുന്നു. ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വീടുകളിലേക്ക് തിരിച്ചുപോയി ഭർത്താക്കന്മാരെ സേവിക്കണം എന്നില്ല. കാരണം ഇതത്രയും അമൂല്യമായിട്ടുള്ളതാണ്. വെറും ഒരു പ്രാകൃത പുരുഷനല്ല, ലക്ഷ്മിയാൽ പോലും സേവിക്കപ്പെടുന്ന പാദമാണ് അങ്ങയുടേത്. ഇതൊക്കെ നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കേണ്ടതാണ്. ഇവരുടെ ഓരോ വാക്കുകളും അത്രയും ഗഹനങ്ങളാണ്. അപ്പോ അതുകൊണ്ട് ഹേ വൃജനാർദ്ദന, ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ, ഞങ്ങളുടെ നേരെ നഹ പ്രസീദ, ഞങ്ങളുടെ നേരെ പ്രസാദിച്ചാലും. ഞങ്ങള് തേ അംഗ്രിമൂലം പ്രാപ്താഹ, തേ തവ അംഗ്രിമൂലം പ്രാപ്താഹ, അങ്ങയുടെ പാദമൂലത്തെ പ്രാപിച്ചവരാണ് ഞങ്ങൾ, ശരണം പ്രാപിച്ചവരാണ്, ആശ്രയിച്ചവരാണ്. എന്തു ചെയ്തിട്ട്? വിസൃജ്യ വസതീഹി, വസതീഹി വിസൃജ്യ, ഞങ്ങളുടെ വസതികളെയൊക്കെ വെടിഞ്ഞിട്ട്, ഞങ്ങളുടെ ഗൃഹങ്ങളെയെല്ലാം വെടിഞ്ഞ് ഞങ്ങൾക്ക് സുഖം തരുന്ന, സുരക്ഷിതത്വം നൽകുന്നതായിട്ടുള്ള എല്ലാം വെടിഞ്ഞുകൊണ്ട്, അല്ലെ, ഞങ്ങളെ രക്ഷിക്കുന്നത് എന്നാണ് വസതി, വസ്ത്രം, വസതി, ഇതൊക്കെ നമ്മൾക്ക് രക്ഷ നൽകുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ സുരക്ഷിതത്വം നൽകുന്നതായിട്ടുള്ള ഞങ്ങളുടെ ധർമ്മ അർത്ഥ കാമങ്ങളുടെ മുഴുവൻ പ്രതീകമായ ഗൃഹങ്ങളെയെല്ലാം ഞങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. ഗൃഹങ്ങളെ വെടിയാന്ന് പറഞ്ഞാൽ ഗൃഹത്തിലുള്ള സർവരെയും സർവത്തിനെയും, അവിടെയുള്ള ഭർത്താവ്, മക്കൾ, അച്ഛനമ്മമാർ, ബന്ധുക്കൾ എല്ലാരെയും വെടിഞ്ഞു. അവിടെയുള്ള പശുക്കള്, പശുക്കുട്ടികള്, അല്ലെങ്കിൽ സ്ഥാവരങ്ങളായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാറ്റിനെയും, എല്ലാ സ്ഥാവര ജംഗമങ്ങളെയും ഞങ്ങള് ഉപേക്ഷിച്ചതാ സന്യസ്തകളായി വന്നിരിക്കുകയാണ്. അതാണ് വിസൃജ്യ വസതി, വസതീഹി വിസൃജ്യ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. എന്തിന്? ത്വത് ഉപാസന ആശാഹ, ത്വത് ഉപാസന ആശാഹ, അങ്ങയെ ഉപാസിക്കാനുള്ള ആശയോടുകൂടെ അങ്ങയുടെ സമീപം വസിക്കലാണ് ഉപാസന.
അപ്പൊ അങ്ങയുടെ സമീപത്ത് പെർമനന്റായി വസിക്കാനുള്ള ആശയോടുകൂടെ ബാക്കി ഞങ്ങളുടെ വസതിയിലുള്ള ഉപാസനം വെടിഞ്ഞ് അല്ലേ, അവിടെയുള്ള ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപാസിക്കുന്നത് ഇത്രയും കാലം ചെയ്തു, ഇനിയിപ്പോൾ അവരുടെ അടുത്തിരുന്ന് മടുത്തു, മതിയായി, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നു. അതുകൊണ്ട് ആരുടെ അടുത്തിരുന്നാലാണോ ഏറ്റവും ആനന്ദം അനുഭവിക്കാൻ കഴിയുക, ആ അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഞങ്ങൾ. ത്വതുപാസനാശാഹ, അങ്ങയെ ഉപാസിക്കാനുള്ള, അങ്ങയുടെ അടുത്തിരിക്കാനുള്ള ആശയോടുകൂടി വന്നിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? ത്വൽ സുന്ദര സ്മിത നിരീക്ഷണ തീവ്ര കാമതപ്താത്മനാം നഹ. ഹേ പുരുഷഭൂഷണ ദാസ്യം ദേഹി, അല്ലയോ പുരുഷഭൂഷണ, പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും അലങ്കാരഭൂതനായിരിക്കുന്നവനെ, പുരുഷോത്തമ. ഈ ലോകത്തിലാകെ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാനാണ്. ബാക്കിയുള്ള മീശ വെച്ച പുരുഷന്മാരൊന്നും പുരുഷന്മാരല്ല, അവരൊക്കെ പ്രകൃതികളാണ്, സ്ത്രീകളാണ്. ഭഗവാനെ ഭജിക്കേണ്ടവരാണ്, ഭഗവാനുമായി ചേരേണ്ടവരാണ്. ഒരൊറ്റ പുരുഷനേ ഉള്ളൂ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനുള്ള പുരുഷഭൂഷണ, പുരുഷ ഉത്തമൻ. ഹേ പുരുഷഭൂഷണ നഹ ദാസ്യം ദേഹി, ഞങ്ങൾക്ക് അങ്ങയുടെ ദാസ്യത്തെ നൽകിയാൽ മതി, അങ്ങയുടെ പാദദാസികളായിരുന്നോളാം. ഞങ്ങൾ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, അല്ലേ? ഭഗവാൻ ഇനി ഭാവിയിൽ 16,008 വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹം ചെയ്ത ഓരോരുത്തരും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പാഞ്ചാലിയുമായിട്ട് അവർ സമന്ത പഞ്ചകത്തിൽ വെച്ച് സംവാദം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഈ ഭഗവാന്റെ ദാസികളായി, ഭഗവാന്റെ വീട്ടിലെ അടിച്ചു തളിക്കാരിയായി, അല്ലേ, ഭഗവാന്റെ സേവ ചെയ്യുന്നവരായി ജനിച്ചാൽ മതി. ഇവർ വിവാഹത്തിന് മുമ്പും അങ്ങനെ തന്നെയാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത്. രുക്മിണിയുടെ പ്രാർത്ഥനയൊക്കെ ഓർക്കാം നമുക്ക്, അല്ലേ? രുക്മിണി ആ ബ്രാഹ്മണന്റെ വശം കൊടുത്തുവിട്ടതായിട്ടുള്ള സന്ദേശത്തില് ഇത് തീവ്രമായി ഇതേ ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. എത്ര ജന്മങ്ങൾ വേണ്ടി വന്നാലും തപസ്സനുഷ്ഠിച്ച് അങ്ങയുടെ ദാസിയായി അങ്ങയെ പ്രാപിക്കാതെ ഞാൻ വേറൊരാളെ, ശിശുപാലന്മാരെ ഞാൻ പ്രാപിക്കുകയില്ല എന്നുള്ള ആ രുക്മിണിയുടെ പ്രഖ്യാപനവും ഈ ഗോപികമാരുടെ വാക്കുകളും എല്ലാം സമാനങ്ങളാണ്. ഇത് നമ്മുടെ ഉള്ളിലും ഉണ്ടാവേണ്ട ഭാവമാണ് എന്നർത്ഥം. ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാറ്റിനോടുള്ള നമ്മുടെ മമതയെ, ആസക്തിയെ, ബന്ധങ്ങളെ എല്ലാം പതുക്കെ അയച്ചു വിട്ട് ഭഗവാനെ കൂടുതൽ മുറുക്ക പിടിക്കാനുള്ളതായിട്ടുള്ളൊരു പ്രേരണയാണ്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ആ ഭഗവാനെ പിടിക്കാനുള്ള വളരെ പ്രചോദകങ്ങളായ ശ്ലോകങ്ങളാണിതെല്ലാം. അപ്പോൾ നഹ എന്ന് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? ത്വൽ സുന്ദര സ്മിത നിരീക്ഷണ തീവ്ര കാമതപ്താത്മനാം. ഞങ്ങള് തപ്താത്മാക്കളാണ്. ഞങ്ങളുടെ ആത്മാ അഥവാ അന്ധക്കരണം തപിക്കുന്നു. എന്തുകൊണ്ട് തപിക്കുന്നു? അങ്ങയുടെ ത്വത് സുന്ദര സ്മിതം, അതിമനോഹരങ്ങളായ അങ്ങയുടെ മന്ദഹാസം, മന്ദസ്മിതവും അങ്ങയുടെ നിരീക്ഷണവും അങ്ങയുടെ ആ കടാക്ഷ നോട്ടങ്ങൾ കൊണ്ടും, അതാണ് നിരീക്ഷണ തീവ്ര കാമതപ്താത്മനാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിൽ തീവ്രമായ കാമം വർദ്ധിച്ചു, ജ്വലിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ അന്ധക്കരണം ദഹിച്ചുകൊണ്ടിരിക്കുന്നു, തപിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങയുടെ പാദദാസ്യത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങ് തന്നെയാണ് ഞങ്ങളെ ഈ ഗതിയിലാക്കിയത്. അങ്ങയുടെ മന്ദഹാസവും അങ്ങയുടെ ആ നോട്ടവും എന്തിനായിരുന്നു? വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഞങ്ങളെ ഉപേക്ഷിക്കാനാണെങ്കിൽ, അല്ലേ? ഇപ്പൊ ഞങ്ങളെ പെരുവഴിയിലാക്കുകയല്ലേ ചെയ്യുന്നത്? രാവിലെ പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയതുമില്ല എന്നുള്ള മാതിരി ഞങ്ങള് രണ്ടും കെട്ടമാരിയുള്ള അവസ്ഥയിൽ ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളെ ഒരു കരയ്ക്ക് അടുപ്പിക്കൂ, ഞങ്ങളെ സ്വസ്ഥകളാക്കൂ,
ആശ്വസിപ്പിക്കൂ. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ തീവ്ര കാമതാപമുണ്ട്. അങ്ങയെ സേവിക്കാൻ, അങ്ങയെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള തീവ്രമായ താപം ഉണ്ട്. ആ താപം അത് തന്നെയാണ് സംസാര താപത്താൽ മുമുക്ഷ ഉണ്ടാകുന്ന ഭാവം. മുമ്പ് പറഞ്ഞ സുന്ദരസ്മിതം, ഭഗവാന്റെ മന്ദസ്മിതം മായ തന്നെയാണ്. ഭഗവാന്റെ അവലോകനം ഭഗവാന്റെ സങ്കല്പങ്ങളാണ്. സൃഷ്ടി സങ്കല്പം ഭഗവാന്റെ വീക്ഷണം കൊണ്ടാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഭഗവാൻ ഈ മായ കൊണ്ടും ഭഗവാന്റെ സങ്കല്പം കൊണ്ടും നമ്മളെയൊക്കെ ഈ സംസാരത്തിലിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി ലീലകൾ നടക്കാൻ വേണ്ടി നമ്മൾ മതിയായി. ഈ ഭഗവാന്റെ ലീലകൾക്കനുസരിച്ച് കളിച്ച് കളിച്ച് ക്ഷീണിച്ചു നമ്മൾ. നമുക്കിനി കുറച്ച് വിശ്രമം വേണം. ഈ നാടകത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അറിയാതെ തന്മയീഭാവം പ്രാപിച്ചു പോയി. അങ്ങനെ അവിടെയുള്ള ദുഃഖങ്ങളൊക്കെ നമ്മുടെ ദുഃഖങ്ങളായി നമ്മൾ അനുഭവിച്ചു, തീവ്രമായി അനുഭവിച്ചു. അപ്പൊ ഇനിയും നമ്മൾ ഈ മായാ നാടകത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഇനിയും ദുഃഖ പരമ്പരകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നാടകത്തിലെ റോളൊക്കെ ഒന്ന് മതിയാക്കി തരൂ, ഞങ്ങളുടെ റോളിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടൂ അല്ലേ. ഇങ്ങനെ എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ മെഗാ സീരിയലുകൾ നമ്മുടെ സംസാരത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഡരേ ശയനം. അതുപോലെയാണ് ഇപ്പോൾ സീരിയലുകൾ ഏറ്റവും വലിയ കാളകൂട വിഷമാണെന്നും ആരൊക്കെ പറഞ്ഞു. ഇപ്പോൾ അപ്പൊ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു സീരിയൽ പരമാവധി ഇത്ര പരമ്പരയെ ആകാവൂ, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഇവിടെ ചർച്ച കേട്ടു. തീർച്ചയായിട്ടും ആക്കണം. അല്ലെങ്കിൽ 700-ാം എപ്പിസോഡ്, 800-ാം എപ്പിസോഡ്, 1000-ാം എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടാണ് പല സീരിയലുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാറില്ല. നമുക്കാകെ ഈ ഒരു എപ്പിസോഡേ അറിയുള്ളൂ. ഭാഗവത ജ്ഞാന ഗംഗ 850 കഴിഞ്ഞു തോന്നുന്നു അല്ലേ. 850 എപ്പിസോഡുകളും കഴിഞ്ഞു. അപ്പോൾ ഈ സംസാര നാടകം മതിയായി. ഞങ്ങളുടെ വേഷമൊന്ന് അഴിച്ച് ഞങ്ങൾക്കൊന്ന് വീട്ടിലേക്ക് പോകാൻ, വിശ്രമിക്കാൻ സ്വാതന്ത്ര്യം തരൂ. ഇതാണ് ആ ഗോപികമാര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. തൊഴു സുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമ തപ്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. അങ്ങയുടെ ദാസ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ദാസന്മാരായി, ദാസികളായി കഴിഞ്ഞ് മതിയായി. ഈ ലോകത്തിനെ എത്ര സേവിച്ചിട്ടും ഒരു കാര്യമില്ല അല്ലേ. ദിവസക്കൂലിക്കാരെ പോലെയാണ് ഈ ലോകത്തെ സേവിക്കുന്നത്. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുന്നത് പോലെയാണ് ഭഗവാനെ സേവിക്കുന്നത്. ഇതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള ഉപമകളാണേ, വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു കാര്യത്തിൻ്റെ ഒരു അന്തരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ദിവസക്കൂലി പെർമനന്റ് ഒന്നും അല്ല അല്ലേ. ഓരോ ദിവസം ഓരോ മാതിരി ഇരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ കഠിന അധ്വാനം ചെയ്യണം, നല്ല ആട്ടും തുപ്പും ഒക്കെ കിട്ടും ഓരോ ദിവസവും. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം വേറെ എവിടെയെങ്കിലും ആയിരിക്കും ദിവസക്കൂലിക്കാർക്ക് ഓട്ടം. ഇന്ന് ഞങ്ങളെ ആരെങ്കിലും വിളിക്കുമോ എന്ന് പറഞ്ഞ് കവലകളിൽ ചെന്ന് അവർ കാത്തിരിക്കും. ചില ദിവസങ്ങളിൽ ആരും വിളിച്ചില്ലെങ്കിൽ അന്ന് വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയാവും. അങ്ങനെയുള്ളതാണ് ദിവസക്കൂലിക്കാരുടെ അവസ്ഥ. നേരെ മറിച്ച് സർക്കാർ ഉദ്യോഗം അല്ലേ, അതാണ് എല്ലാവരും സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ജോലി എടുത്തില്ലെങ്കിലും പോയില്ലെങ്കിലും ശമ്പളം വീട്ടിലെത്തുന്ന, ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന സുരക്ഷിതമായിട്ടുള്ള പരിപാടി. ഇത് പോരാത്തതിന് കിമ്പളവും സമ്പാദിക്കാം. ശമ്പളത്തിൻ്റെ കൂടെ മറ്റു പലതും സൗകര്യത്തിന് സമ്പാദിക്കാം.
ഒരു താരതമ്യം പറഞ്ഞതാണ്. അതുപോലെ ഈ സംസാരത്തിലുള്ള നമ്മുടെ സഞ്ചാരം എന്നുള്ളത് അനിത്യമായിട്ടുള്ളതാണ്, ഒരു സ്വസ്ഥതയുമില്ലാത്തതാണ്, ഒരു എന്താ പറയുക പിടിവള്ളിയുമില്ലാത്തതാണ്, ഗതിയില്ലാത്തതാണ്, അലിഞ്ഞു തിരിഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു സഞ്ചാരമാണ്. അത് മതിയാക്കി നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു സ്ഥാനം, സുരക്ഷിതമായിട്ടൊരു സ്ഥാനം, അഭയസ്ഥാനം അത് ഭഗവാന്റെ പാദങ്ങളാണ്. അതിൽ ദാസ്യം ആഗ്രഹിക്കുകയാണ് ഗോപികമാര്. അവരെ തെറ്റു പറയാൻ പറ്റുമോ? അവരല്ലേ ബുദ്ധിമതികൾ, പുണ്യശാലിനികൾ, യാതൊരു സംശയമില്ല. തന്നഃ പ്രസീദ വൃജിനാർദ്ദന തെങ്ക്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതീഃ ത്വദുപാസനാശാഃ ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹിദാസ്യം. അങ്ങാണ് പുരുഷഭൂഷണൻ, പുരുഷോത്തമൻ, വിരാട് പുരുഷൻ. ബാക്കിയുള്ളവരൊക്കെ പ്രകൃതിയാണ്. ആ പ്രകൃതിയായിരിക്കുന്നതെല്ലാം പുരുഷനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. പുരുഷനെയാണ് പ്രകൃതി സേവിക്കേണ്ടത്. പ്രകൃതിക്ക് ചലിക്കാനുള്ള സാമർഥ്യം ലഭിക്കുന്നത് പുരുഷന്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാവരും പ്രകൃതിയാണ്, ഞങ്ങളും പ്രകൃതിയാണ്, അങ്ങാണ് പുരുഷൻ. പുരുഷനായ അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. പുരുഷഭൂഷണ എന്നുള്ളതിന് സൗന്ദര്യ മൂർത്തിയായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം പറയാം. സുന്ദരമൂർത്തിയാണ്. ദീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടല ശ്രീകണ്ഠസ്ഥലാധരസുധം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദാസ്യഃ. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടല ശ്രീകണ്ഠസ്ഥലാധരസുധം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദാസ്യഃ. പുരുഷഭൂഷണ എന്ന് വിളിച്ചതിനെ ഒന്നുകൂടെ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങ് പുരുഷഭൂഷണനാണ്. അങ്ങനെയുള്ള അങ്ങയെ കണ്ടിട്ട് ഞങ്ങൾ ദാസികളായി ഭവിച്ചിരിക്കുന്നു. അതാണ് അങ്ങയുടെ ആ രൂപത്തെ വിലോക്യ എന്ന് പറയുന്നത്. വിലോക്യ കണ്ടിട്ട്, വയം ദാസ്യഃ ഭവാമ ഞങ്ങൾ ദാസികളായി ഭവിച്ചിരിക്കുന്നു. എങ്ങനെ ഭവിക്കാതിരിക്കും? അങ്ങയുടെ ഈ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം മാധുര്യ ദുര്യാദപി മധുരതരം കാന്തിമതാമപി കാന്തം അല്ലെ, എല്ലാം തികഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ മൂർത്തിയെ, ഈ സഗുണസാകാര മൂർത്തിയെ കണ്ടിട്ട് ഞങ്ങള് അതില് അടിമകളെ പോലെ ആയിരിക്കുന്നു, ദാസികളായിരിക്കുന്നു. എങ്ങനെ ദാസികളാവാതിരിക്കും? ആര് തന്നെ ദാസികളാവാതിരിക്കും എന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ വിലോക്യ എന്ന് പറയണ, ഭഗവാന്റെ മുഖത്തെ വർണ്ണിച്ചു. വീക്ഷ്യാളകാവൃതമുഖം കുണ്ടല ശ്രീകണ്ഠസ്ഥലാധരസുധം ഹസിതാവലോകം. ഭഗവാന്റെ മുഖം അളകാവൃത മുഖം. അളകാവൃതം, അളകം കുറുനിരകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടത്. ഭഗവാന്റെ മുടി, ചുരുണ്ട മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നു. അങ്ങനെ അളകങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മുഖം വീക്ഷ്യ, മുഖത്തെ കണ്ടിട്ടും, തവ അങ്ങയുടെ കുണ്ടല ശ്രീകണ്ഠസ്ഥല അധരസുതം, കുണ്ടലശ്രീ കാതിലെ കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് ശോഭിക്കുന്ന പ്രതിഫലിക്കുന്ന ഗണ്ഡസ്ഥലവും കവിൾത്തടങ്ങളും, അതുപോലെ അധരസുധം അങ്ങയുടെ ആ അധരസുധയെയും അല്ലെ, അമൃതം വഴിയുന്ന തേനൊഴുകുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ബിംബാധരങ്ങൾ, ചുണ്ടുകൾ, അവയെ കണ്ടിട്ടും, ഹസിതാവലോകം അങ്ങയുടെ ആ മന്ദസ്മിതത്തോടുകൂടിയ ഒരു നോട്ടം, അവലോകം, അത് കണ്ടിട്ടും, ഇങ്ങനെ ഏതേത് ഭാവമാണ് ഞങ്ങളെ ആകർഷിക്കുന്നതെന്ന്
പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അങ്ങയുടെ ആ മുഖത്തിന്റെ ആ ശോഭ, അതിലെ അളകാവരണം, അതുപോലെ അങ്ങയുടെ കുണ്ടലത്തിന്റെ ശോഭ, അത് ശോഭിക്കുന്ന ഗണ്ഡസ്ഥലം, അങ്ങയുടെ ചുണ്ടുകളുടെ ആ മാധുര്യം, അതുപോലെ അങ്ങയുടെ മന്ദസ്മിതത്തോടു കൂടിയതായിട്ടുള്ള നോട്ടം. മാത്രമല്ല ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ. ഭുജദണ്ഡയുഗം, 2 കൈത്തണ്ടകൾ നീണ്ടിരിക്കുന്നതാണ്. ലോകരക്ഷ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഭഗവാന്റെ കൈകൾ. അപ്പൊ അത് ദത്താഭയം, ആശ്രയിക്കുന്നവർക്കൊക്കെ അഭയം ദാനം ചെയ്യുന്നതാണ്. ആരെയും ചേർത്ത് പിടിക്കാൻ വലുപ്പമുള്ളതാണ് ഭഗവാന്റെ കൈകൾ. ആർക്കും ഏത് രക്ഷ കൊടുക്കാനും കഴിവുള്ളതാണ് ഭഗവാന്റെ കൈകൾ. അങ്ങനെയുള്ള ദത്താഭയം ഭുജദണ്ഡയുഗം, എല്ലാവർക്കും ലോകത്തിന് അഭയത്തെ നൽകുന്ന ആ കൈത്തണ്ടകൾ 2 അത് കണ്ടിട്ടും, നീണ്ടുരുണ്ട കൈത്തണ്ടകൾ കണ്ടിട്ടും, അതുപോലെ വക്ഷ, അങ്ങയുടെ വക്ഷസ് എങ്ങനെയുള്ളതാണ്? ശ്രീയാ ഏകരമണം. സ്ത്രീക്ക്, ലക്ഷ്മി ദേവിക്ക് ഒരൊറ്റ രമണസ്ഥാനം, സ്ത്രീക്ക് മാത്രം രമണമായിരിക്കുന്ന സ്ഥാനം, സ്ത്രീ രമിക്കുന്നതായിട്ടുള്ള സ്ഥാനമാണ് അങ്ങയുടെ വക്ഷസ്ഥലം. ഇപ്പൊ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം, ലക്ഷ്മി രമിക്കുന്നതായിട്ടുള്ള സ്ഥാനം ആയിട്ടുള്ള അങ്ങയുടെ വക്ഷസ്സിനെ കണ്ടിട്ടും, വക്ഷ വിലോക്യ, എല്ലാം കൂടി അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് ദാസ്യ ഭവാമ, ഞങ്ങൾ ദാസികളായി ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഈ സൗന്ദര്യഭാവമെല്ലാം ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവരിത്രയും കാലം ധ്യാനിച്ചു കഴിഞ്ഞു. ഗോപികമാര് ഭഗവാന്റെ ഈ ഭാവങ്ങളെയൊക്കെ ധ്യാനിച്ച് ഈ അവസ്ഥയിലെത്തിയവരാണ്. നമ്മൾക്ക് സൂചന തരണതാ, ഈ അവയവങ്ങളെയൊക്കെ പിടിച്ചോളൂ. ഭഗവാന്റെ ഏറ്റവും ആകർഷണീയങ്ങളായ സുന്ദരങ്ങളായിട്ടുള്ള അവയവങ്ങളാണിതെല്ലാം. ഇത് ഓരോന്നിനെയും കുറിച്ച് നിങ്ങൾ മതിയാവോളം ധ്യാനിക്കൂ. നിങ്ങളുടെ മനസ്സ് ഭഗവാനിലേക്ക് ഉറയ്ക്കും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം പോലെ, സന്ദേശം പോലെ, ഗൈഡായിട്ട് അവർ നൽകിയിരിക്കുകയാണ്. അവർ മുമ്പേ അഭ്യസിച്ചവരാണ്, ഇതൊക്കെ ധ്യാനിച്ച് ഉറപ്പിച്ചവരാണ്. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടല ശ്രീകണ്ഠസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദാസ്യ. അപ്പോ ഞങ്ങൾ അങ്ങയുടെ ദാസിമാരാവാതിരിക്കാൻ വഴിയില്ല. അത്രയും പുരുഷഭൂഷണനാണ് അങ്ങ്. ഞങ്ങൾക്ക് വേറെ ആരുടെയും ദാസികളല്ലല്ലോ. വേറെ ആരുടെയും ദാസികളാവാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങയുടെ ദാസികളാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു അവമാനവുമില്ല. ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ പതിമാരെ ദാസിമാരായി സേവിക്കുന്നതിനേക്കാൾ എല്ലാം തികഞ്ഞ പുരുഷോത്തമനായ അങ്ങയെ സേവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഹൃദ്യമായിട്ടുള്ള കാര്യം, സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ ഇഷ്ടത്തോടുകൂടി ഞങ്ങൾ ചെയ്യുന്നത് അങ്ങയുടെ ദാസിമാരായിരിക്കലാണ്. അപ്പോൾ ഇവിടെ ആ ഗോപികമാരുടെ ഹൃദയം അവർ ഭഗവാന്റെ മുമ്പിൽ തുറക്കുന്നതായിട്ടുള്ള ഓരോരോ ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങൾ കൂടിയുണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള രംഗമാണ്. അവസാനം ഭഗവാൻ ഇവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ ചെറിയൊരു അഹങ്കാരം അവർക്ക് പൊങ്ങി വരും. ഏത് സാധകന്മാർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനൊരു ജാഗ്രത വേണം. സാധകന്മാർക്ക് ജാഗ്രത കൊടുക്കാൻ വേണ്ടി ഈ ഒരു ലീല ഭഗവാൻ എന്ത് ചെയ്യുന്നു? അന്തർദാനം ചെയ്യുന്നു. ഭഗവാന്റെ അന്തർദാനത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം അവസാനിക്കുക. പിന്നീട് അടുത്ത അധ്യായത്തിൽ അവർ ഭഗവാനെ തെരഞ്ഞു നടക്കുന്ന അതിദയനീയമായിട്ടുള്ള എന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് നാളെ രാവിലെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
നാളെ രാവിലെ 11 മണിക്ക് നോക്കാം. ഹരിയോ. Mm-hmm.